നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനശനി ഇടവവ്യാഴം 1200 കൊല്ലവർഷം മീനമാസം 30 ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വിഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫല പ്രകാരം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല വരുമാനം ചെലവിൻ പോലെ തന്നെ വരുമാനവും തുല്യമായിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ വരവും ചെലവും തുല്യമായിരിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുഫല പ്രകാരം. അതേപോലെ തന്നെ സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കുന്ന ഒരു വർഷമാണ്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്നാണ് കാണുന്നത്. നല്ല ദൈവാധീനമുള്ള വർഷമാണ്. അപ്പോൾ ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളും മാറി അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളും അഭിവൃദ്ധി ഉണ്ടാകാൻ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ വിഷുഫലപ്രകാരം യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ വെച്ച് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 5-ൽ നിൽക്കുന്ന വ്യാഴം 6-ാം ഭാവത്തിലേക്ക് മാറും. എങ്കിലും വ്യാഴശനി കഴിഞ്ഞിട്ട് ആ ശനി 3-ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് വരുന്നത് കാരണം ശനിദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതങ്ങൾ ഉണ്ടാവില്ല. 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും. പക്ഷേ ചാരവശാൽ 6-ൽ നിൽക്കുന്ന വ്യാഴം അത്ര ദൈവാധീനത്തെ തരുന്നില്ലാത്തതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്ത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും യോഗമുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് വരുമാന വർധനവിന് യോഗമുണ്ടെങ്കിലും ചെലവ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വരവും ചെലവും സമമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ വർഷത്തിൽ യോഗം കാണുന്നത്. 11 രൂപ വരുമാനം കിട്ടിയാൽ 11 രൂപ തന്നെ ചെലവും വരുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ വരുമാനത്തിൽ വർധനവുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാതെ വരുന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള വർദ്ധിച്ച ചെലവ് വരാനുള്ള യോഗമുള്ളത് കാരണമുണ്ട്. വളരെ ശ്രദ്ധിച്ച് എന്തുകൊണ്ടാണ് ചെലവ് വർദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരങ്ങൾ ചെയ്യാനും ചെലവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്നത് വലിയ സാമ്പത്തികമായിരിക്കുന്ന ബാധ്യതകളും പ്രശ്നങ്ങളും ഇല്ലാതെ അനുകൂലമായിരിക്കുന്ന രീതിയിൽ ഈ വർഷം കടന്നു പോകാനായിട്ട് നല്ലതാണ്. എന്തായാലും നല്ല സർവാഭിഷ്ടങ്ങൾക്കും യോഗമുള്ള ഒരു സമയമായത് കാരണം വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനായിട്ട് യോഗമുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിക്കാനും ഈ വർഷത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.